മീനം രാശിക്കാരെ ഒന്ന് നിർത്തൂ. ഒരു നിമിഷം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം എതിർച്ചയല്ല, യോഗമാണ്. പ്രപഞ്ചം നിങ്ങളെ ഇവിടേക്ക് നയിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഇത് ഒരു സാധാരണ ജ്യോതിഷ വീഡിയോ അല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായത്തിന്റെ ആദ്യ വരിയാണ്. ആകാശത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു അപൂർവ ഗ്രഹചലനം, 150 ആണ്ടുകൾക്ക് ശേഷം ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ശക്തി, അത് ഇപ്പോൾ മീനം രാശിക്കാരുടെ നേർക്ക് നേരിട്ട് ചൂണ്ടി നിൽക്കുകയാണ്. ഈ ഊർജം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇന്ന് ഞാൻ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കണം. ഒരൊറ്റ വാക്ക് പോലും വിടരുത്. കാരണം ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതം മൊത്തം മാറ്റിമറിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾ ഒരുക്കിയ രഹസ്യം ഇനി മറയ്ക്കാനാകില്ല. മീനം രാശിക്കാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. ഇതൊരു ചടങ്ങല്ല. ഇത് ഒരു ജ്യോതിഷിയും ഒരു മീനം രാശിക്കാരനും തമ്മിലുള്ള ആഴമേറിയ ഒരു ആത്മസംഭാഷണമാണ്. ഒരു പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ഷീണകരമായിരുന്നിരിക്കാം. ഉറക്കം ശരിക്ക് കിട്ടാതിരുന്നിരിക്കാം. മനസ്സ് ഒരു ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാതിരുന്നിരിക്കാം. ചിലർക്ക് ജോലിയിൽ ആശങ്ക, ചിലർക്ക് കുടുംബജീവിതത്തിൽ ഒരു മൂടൽമഞ്ഞ്, ചിലർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ഇടർച്ച. ഇതൊന്നും നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ടല്ല. ഇത് ഗ്രഹങ്ങൾ ഒരു വലിയ മാറ്റത്തിന് മുൻപ് നൽകുന്ന ഒരു ഒരുക്കമാണ്. ഒരു കൊടുങ്കാറ്റിന് മുൻപ് ആകാശം ശാന്തമാകുന്നത് പോലെ, ഒരു വലിയ നേട്ടത്തിന് മുൻപ് ജീവിതം ഒരു നിശബ്ദതയിൽ ഒതുങ്ങുന്നത് പോലെ, ആ ശാന്തത ഇനി അവസാനിക്കാൻ പോകുകയാണ്. ഇനി വരുന്ന ദിവസങ്ങൾ ഉണർവിൻ്റേതാണ്, ഉദയത്തിൻ്റേതാണ്. ഇപ്പോൾ ആകാശത്ത് നടക്കുന്ന ഗ്രഹചലനം ഒന്ന് നോക്കൂ. ഗുരു, അതായത് വ്യാഴം, നിങ്ങളുടെ 4ാം ഭാവത്തിൽ ഉറച്ചിരിക്കുന്നു. ഇത് ഒരു ചെറിയ കാര്യമല്ല. 4ാം ഭാവം എന്നത് ഭൂമി, ഭവനം, കുടുംബസൗഖ്യം, ആന്തരിക ശക്തി, ഇതെല്ലാം നൽകുന്ന ഭാവമാണ്. ഗുരു അവിടെ ഇരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു ആഴമേറിയ അടിത്തറ ഉണ്ടാകുന്നു, ഒരു ഭദ്രത ഉണ്ടാകുന്നു, ഒരു ഉറപ്പ് ഉണ്ടാകുന്നു. ഇത് ഗുരുപെയർച്ചയുടെ ഫലം. ഇത് ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ആശീർവാദം പോലെ ജീവിതത്തിൽ ഇറങ്ങി വരികയാണ്. ഒരേ സമയം ശനി, അതായത് നിങ്ങളുടെ ജന്മരാശിയിൽ ശനി ഇരിക്കുന്നു. ശനി ലഗ്നത്തിൽ ഇരിക്കുന്നത് ഒരു കടുപ്പമുള്ള അധ്യാപകൻ ക്ലാസ് മുറിയിൽ ഇരിക്കുന്നത് പോലെയാണ്. ചിലപ്പോൾ ഒരു ഭാരം അനുഭവപ്പെടും, ചിലപ്പോൾ ക്ഷമ ആവശ്യം വരും. പക്ഷേ ആ ശനി, ആ കടുപ്പമുള്ള പാഠം നിങ്ങളെ ഒരു ഉരുക്ക് മനുഷ്യനാക്കാൻ ആണ് വന്നിരിക്കുന്നത്. ശനിയെ ഭയക്കരുത്, ശനിയെ ബഹുമാനിക്കൂ. ഒരേ സമയം രാഹു നിങ്ങളുടെ 12ാം ഭാവത്തിൽ ഇരിക്കുന്നു. 12ാം ഭാവം, ഇത് വിദേശഭൂമി, ഒളിഞ്ഞ ഭാഗ്യം, ആത്മീയ ഉണർവ്, ദൂരദേശ ബന്ധം, ഇത് ഒക്കെ നൽകുന്ന ഭാവമാണ്. രാഹു ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ദൂരദേശ ബന്ധം, ഒരു വിദേശ അവസരം, ഒരു ഒളിഞ്ഞ ഭാഗ്യം, ഇതൊക്കെ വളരെ ശക്തമായ രീതിയിൽ വരാൻ ഒരുക്കം ആകുകയാണ്. കേതു 6ാം ഭാവത്തിൽ ഇരിക്കുന്നു. 6ാം ഭാവം ശത്രു, രോഗം, കടബാധ്യത, ഇതൊക്കെയാണ്. കേതു അവിടെ ഇരിക്കുമ്പോൾ ഈ ഭാവത്തിൽ ഉള്ള ദോഷങ്ങൾ ക്രമേണ ഒഴിഞ്ഞു പോകുന്നു. ശത്രുക്കൾ നിശബ്ദരാകുന്നു, രോഗങ്ങൾ ശമിക്കുന്നു. ഇതൊക്കെ ഒരേ സമയം ഒരൊറ്റ ആകാശചിത്രത്തിൽ ഒതുങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പ്, ഇത് 100% നടക്കാൻ പോകുന്ന ഒരു ജീവിതമാറ്റത്തിന്റെ ആരംഭമാണ്. ഇനി ഞാൻ ആ 3 ഘട്ടങ്ങളെക്കുറിച്ച് പറയാൻ പോകുകയാണ്. ഈ അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ മീനം രാശിക്കാർക്ക് ജീവിതത്തിൽ 3 വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ ഒരുക്കം ആകുകയാണ്. 1. ജോലിക്കാർ ആണെങ്കിൽ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവ് ജോലിയിൽ ഉണ്ടാകും. ഒരു ഫോൺ വരാം, ഒരു ഇമെയിൽ വരാം, ഒരു യോഗം ഉണ്ടാകാം, ഒരു ഒഴിവ് കിട്ടാം, ഒരു ഉദ്യോഗ കയറ്റം ചർച്ചയാകാം. ഒന്ന് ഭ്രമിക്കരുത്, ഒന്ന് ഉടൻ തീരുമാനം എടുക്കരുത്. ഒരു ദിവസം ആലോചിച്ചിട്ട് മുന്നോക്കൂ. ആ ഒരൊറ്റ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് ആണ്. ആദ്യ ഘട്ടം ഇതാണ്. 2ാം ഘട്ടത്തിലേക്ക് വരാം. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ബന്ധസ്ഥിരതയുടെ അടയാളം ഉണ്ടാകും. ഇത് പ്രണയബന്ധം ആകാം, ദാമ്പത്യബന്ധം ആകാം, ഒരു പഴയ ബന്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കലും ആകാം. ഇത്രയും നാൾ ഒരു ഉത്തരം ഇല്ലാതിരുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടും. ഇത്ര നാൾ ഒരു തീരുമാനം ഉണ്ടാകാതിരുന്ന ഒരു ബന്ധകാര്യത്തിൽ ഒരു തെളിവ് കിട്ടും. ഈ ഘട്ടത്തിൽ ഭ്രമം കൂടാം, ആനന്ദം ഉണ്ടാകാം. ഒരൊറ്റ കാര്യം ഓർക്കൂ, ഈ ബന്ധഘട്ടത്തിൽ നിങ്ങൾ ആദ്യം സ്വന്തം ഹൃദയത്തോട് ചോദിക്കൂ. മനസ്സ് പറയുന്നത് ഒരിക്കലും അവഗണിക്കരുത്. 3ാം ഘട്ടം, ഇത് ധനഘട്ടമാണ്. അടുത്ത 7 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിൽ ഒരു അപ്രതീക്ഷിത ധന ഇടപാട് ഉണ്ടാകും. ചിലർക്ക് പണം ഒരു അപ്രതീക്ഷിത സ്രോതസ്സിൽ നിന്ന് വരും. ചിലർക്ക് ഒരു കൊടുത്ത കടം തിരിച്ചു കിട്ടും. ചിലർക്ക് ഒരു നിക്ഷേപം ഫലം നൽകും. ചിലർക്ക് ഒരു ബോണസ്, ഒരു ആനുകൂല്യം, ഒരു വ്യാപാര ലാഭം, ഇതിലൊന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ഈ ഘട്ടത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കൂ, കിട്ടുന്ന ധനം ആദ്യം ഒരു ഭദ്രമായ ഇടത്ത് സൂക്ഷിക്കൂ. ഒരു പൊടി ദാനവും ഒരു ദൈവകാര്യത്തിന് ഒരു ചെറിയ ഭാഗവും ഉൾപ്പെടുത്തൂ. ആ ഒരൊറ്റ പ്രവൃത്തി ഈ ഘട്ടത്തിൽ ഗുരുവിന്റെ ഊർജം ഇരട്ടിക്കും. ഇനി നമുക്ക് കരിയറിലേക്ക് ഒന്ന് ഇറങ്ങാം. മീനം രാശിക്കാർ ഏത് ജോലിയിൽ ആണെങ്കിലും ഈ ഘട്ടം ഒരു ഉദ്ദീപനത്തിന്റെ ഘട്ടമാണ്. ഗുരു 4ാം ഭാവത്തിൽ ഇരിക്കുമ്പോൾ ഒരേ സമയം 1ാം ഭാവത്തെ, 7ാം ഭാവത്തെ, 9ാം ഭാവത്തെ,
ഈ 3 ഭാവങ്ങളെ ഒരേ സമയം ഗുരു ദൃഷ്ടി ചൊരിയുന്നു. 9-ാം ഭാവം ഭാഗ്യഭാവമാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഭാഗ്യഭാവത്തിൽ പതിക്കുമ്പോൾ ഒരു ഭാഗ്യ ഉണർവ് ഉണ്ടാകുന്നു. ഇത്ര നാൾ ശ്രമിച്ചിട്ടും ഫലം കിട്ടാതിരുന്ന ഒരു ജോലി കാര്യം ഇപ്പോൾ ഫലം തരാൻ ഒരുക്കം ആകുകയാണ്. ഇത് ഒരു ഒഴിവ് ആകാം, ഒരു ഉദ്യോഗസ്ഥാനക്കയറ്റം ആകാം, ഒരു ഇന്റർവ്യൂ ഫലം ആകാം, ഒരു ദൂരദേശ ജോലി ഓഫർ ആകാം. ഈ ഘട്ടത്തിൽ ആരെങ്കിലും ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ 15 ദിവസം ഊർജം കൊടുക്കൂ. അക്ഷരം പ്രതി ഫലം ഉണ്ടാകും. ഇനി ബിസിനസ് ആളുകൾ കേൾക്കൂ. ഈ ഘട്ടത്തിൽ ഒരു പുതിയ ബിസിനസ് ആശയമുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കൂ. ഒരു ചർച്ചയ്ക്ക് ഒരുക്കം ആകൂ. ഒരു കൂടിക്കാഴ്ച ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കരുത്. ഇക്കാലത്ത് ചൊവ്വ, ബുധ ദിവസങ്ങൾ ബിസിനസ് തീരുമാനങ്ങൾക്ക് ഗുണകരമാണ്. 7-ാം ഭാവത്തിൽ ഗുരുവിന്റെ ദൃഷ്ടിയുള്ളതിനാൽ ഒരു ബിസിനസ് പങ്കാളി ഉണ്ടെങ്കിൽ ആ ബന്ധം ഈ ഘട്ടത്തിൽ ശക്തിപ്പെടും. ഒരു കൂട്ടു ബിസിനസ് ആണ് ആലോചിക്കുന്നതെങ്കിൽ ഈ ഘട്ടത്തിൽ ഒരു ഉറപ്പുണ്ടാകും. ഒരു ദൂരദേശ ബിസിനസ് ബന്ധം ഈ ഘട്ടത്തിൽ ഒരു ചർച്ചയിൽ നിന്ന് ഒരു കരാർ ആകാം. ഈ ഒരൊറ്റ കരാർ, ഈ ഒരൊറ്റ ബന്ധം നിങ്ങളുടെ ബിസിനസ് ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളതാണ്. ഇനി നമുക്ക് ഒരു ഒഴിഞ്ഞ നിമിഷം, ഒരു ദീർഘനിശ്വാസം, ധനഭാഗത്തേക്ക് ഒന്ന് കടക്കാം. ഈ ഘട്ടത്തിൽ സാമ്പത്തിക ഊർജം വളരെ ഉണർവോടെ ഇരിക്കുന്നു. ഗുരുവിന്റെ ഊർജം ഉള്ളതിനാൽ ഇതുവരെ ഒരു ഉദ്ദേശ്യം ഇല്ലാതിരുന്ന ധന ഒഴുക്ക് ഇപ്പോൾ ഒരു ദിശ കണ്ടുപിടിക്കും. ചിലർക്ക് ഒരു ഭൂമി ഇടപാട്, ഒരു വസ്തു വാങ്ങൽ, ഒരു ഫ്ലാറ്റ് ഡ്രീം, ഇത് ഈ ഘട്ടത്തിൽ ഒരു ചെറിയ ഒരു ആദ്യ ചുവടുവെക്കൽ ആകും. ആ ഒരൊറ്റ ചുവടുവെക്കൽ ഒരു വലിയ ഭവനഭോഗ ഫലം ആകും. ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഈ ഘട്ടത്തിൽ ആരെങ്കിലും ഒരു ലോൺ ചോദിക്കുകയോ ഒരു ധന ഒഴിഞ്ഞ തീരുമാനം നൽകാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ ഒന്ന് ഇരുന്ന് ആലോചിക്കൂ. ശനിയുടെ ഊർജം ഇക്കാലത്ത് ക്ഷണം കൊടുക്കാതെ ഒരു ചെലവ് ഉണ്ടാക്കിയേക്കാം. അതിനാൽ ഓരോ ആനക്കാര്യം ആലോചിക്കുമ്പോഴും ഒരൊറ്റ ചോദ്യം ചോദിക്കൂ, ഇത് ഇപ്പോൾ ആവശ്യമാണോ? ഇനി ഞാൻ പ്രണയഭാഗത്തേക്ക് വരികയാണ്. മീനം രാശിക്കാർ ഹൃദയഭംഗിയുള്ളവരാണ്, വൈകാരിക ആഴം ഉള്ളവരാണ്. ഒരു ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം ഈ ഘട്ടത്തിൽ ഒരു ആഴം കൂടും, ഒരു ഉറപ്പ് ഉണ്ടാകും, ഒരു ഊഷ്മളത തിരിച്ചുവരും. ചിലർക്ക് ഈ ഘട്ടത്തിൽ ഒരു പ്രണയ ആരംഭം ഉണ്ടാകും. ആ ആരംഭം ഒരു ഒറ്റ കാഴ്ചയിൽ ആകാം, ഒരു ഒറ്റ സംഭാഷണത്തിൽ ആകാം. ആ ഒരൊറ്റ നിമിഷം ഒരു ജീവിത ബന്ധത്തിന്റെ ആദ്യ ശ്വാസം ആകും. ഒറ്റ ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഘട്ടത്തിൽ ഹൃദയം അടക്കി വെക്കരുത്. ഒരു ഒഴിഞ്ഞ ഇടത്ത് ഒരൊറ്റ ചിരി, ഒരൊറ്റ വാക്ക്, അതിൽ നിന്ന് ഒരു ജീവൻ ഉണ്ടാകും. ദാമ്പത്യ ബന്ധം ഉള്ളവർ ശ്രദ്ധിക്കൂ. ഈ ഘട്ടത്തിൽ ഒരൊറ്റ തെറ്റിദ്ധാരണ, ഒരൊറ്റ ദേഷ്യം, ഒരൊറ്റ നിശബ്ദത, ഇത് ഒരു ചെറിയ ഒരു ഇടർച്ചയ്ക്ക് ഇടയാക്കിയേക്കാം. ശനിയുടെ ഊർജം ഇക്കാലത്ത് ഒരു ക്ഷമ ആഗ്രഹിക്കുന്നു, ഒരു ആലോചിക്കലും ആഗ്രഹിക്കുന്നു. ദേഷ്യം ഒരൊറ്റ നിമിഷം, ഒരൊറ്റ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒഴിഞ്ഞു പോകും. ഒരൊറ്റ തുറന്ന സംഭാഷണം, അത് ഈ ഘട്ടത്തിൽ ഒരൊറ്റ ബന്ധ ഉണർവിന്റെ ഉത്തരം ആകും. ജീവിത പങ്കാളിക്ക് ഒരൊറ്റ ആദരം, ഒരൊറ്റ ഇഷ്ടം, ഈ ഘട്ടത്തിൽ ആ ഒരൊറ്റ കൊടുക്കൽ ഒരൊറ്റ ഉണ്ടാക്കും. ഇനി കുടുംബഭാഗം, ഗുരു 4-ാം ഭാവത്തിൽ ഇരിക്കുന്നതിനാൽ കുടുംബജീവിതത്തിൽ ഒരു ഊഷ്മളത ഉണ്ടാകും. ഒരു ഭ്രാതൃബന്ധം, ഒരു മാതൃബന്ധം, ഇത് ഈ ഘട്ടത്തിൽ ഒരു ആഴം കൂടും. ഒരു ഭവനം ആഗ്രഹിക്കുന്നവർക്ക്, ഒരു ഭൂമി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഘട്ടത്തിൽ ഒരൊറ്റ ഒരു ആദ്യ ചർച്ച ആ ആഗ്രഹത്തെ ഒരൊറ്റ ദൃഢദിശയിൽ കൊണ്ടുപോകും. കുടുംബ ഒത്തുചേരൽ ഈ ഘട്ടത്തിൽ ഒരൊറ്റ ആനന്ദ അനുഭൂതി ഉണ്ടാക്കും. ഒരൊറ്റ ഒത്തൊരുമ ഒരൊറ്റ ഭൂതകാല ഭ്രമം ഒഴിവാക്കും. കുടുംബ ഒത്തൊരുമ ഈ ഘട്ടത്തിൽ ഒരൊറ്റ ഊർജ ഉദ്ദീപനമാണ്. മീനം രാശിക്കാരെ, ആരോഗ്യകാര്യത്തിൽ ഒരൊറ്റ കാര്യം ഞാൻ ആദ്യം പറയട്ടെ. ഇക്കാലത്ത് ശരീരം ഒരൊറ്റ ഒഴിഞ്ഞ ഒരു നിശബ്ദ ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. ആ ഭാഷ ശ്രദ്ധിക്കൂ. ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ശരീരം ഒരൊറ്റ വിശ്രമം ആവശ്യപ്പെടുന്ന ഒരൊറ്റ അടയാളമാണ്. ഉറക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സ് ഒരൊറ്റ ആഴത്തിൽ ഒരൊറ്റ ഉത്തരം തേടുന്നതിന്റെ അടയാളമാണ്. ഈ ഘട്ടത്തിൽ ഒരൊറ്റ ദൈനംദിന, ഒരൊറ്റ രാവിലത്തെ ഒരൊറ്റ പ്രഭാത പ്രാർത്ഥന, ഒരൊറ്റ 20 മിനിറ്റ് ഒരൊറ്റ നടത്തം, ഒരൊറ്റ ദൈനംദിന ഒരൊറ്റ ജലപാനം, ഇത് ഒരൊറ്റ ശനി ദോഷ ശമനത്തിന്റെ ഒരൊറ്റ മരുന്നാണ്. ശനിക്ക് ഒരൊറ്റ കാര്യം ഏറ്റവും ഇഷ്ടം, അച്ചടക്കം. ഒരൊറ്റ ചെറിയ ദൈനംദിന അച്ചടക്കം ഈ ഘട്ടത്തിൽ ഒരൊറ്റ വലിയ ആരോഗ്യ ഭദ്രത ഉണ്ടാക്കും. ഒരൊറ്റ ആഹാരക്ഷമ, ഉഷ്ണഭക്ഷണം ഒഴിവാക്കൂ, ഒരൊറ്റ ലഘുഭക്ഷണക്രമം ഒരൊറ്റ ദൈനംദിന ഒരൊറ്റ ഘട്ടത്തിൽ ഒരൊറ്റ ശ്വാസഭദ്രത ഉണ്ടാക്കും. ഇക്കാലത്ത് ഒരൊറ്റ ഡോക്ടർ ഉപദേശം ഒഴിവാക്കരുത്. ഒരൊറ്റ ചെറിയ ഒരൊറ്റ ആരോഗ്യ ഇടർച്ച ഒരൊറ്റ ആദ്യ ഘട്ടത്തിൽ ശ്രദ്ധിച്ചാൽ ഒരൊറ്റ വലിയ ഒരൊറ്റ ആരോഗ്യ ഭദ്രത ഒരൊറ്റ ആഴ്ചത്തിൽ ഒരൊറ്റ ഘട്ടത്തിൽ ഉണ്ടാകും. വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ഞാൻ ഉറക്കെ പറയട്ടെ, ഈ ഘട്ടം നിങ്ങൾക്ക് ഒരൊറ്റ ഭാഗ്യഘട്ടമാണ്. ഗുരു 9-ാം ഭാവത്തിൽ ദൃഷ്ടി ചൊരിയുന്നതിനാൽ വിദ്യ, ഒരൊറ്റ ഉയർന്ന പഠന ഒരൊറ്റ അവസരം, ഒരൊറ്റ ഉയർന്ന വിദ്യാഭ്യാസ ഒരൊറ്റ ഫലം, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഒരൊറ്റ ഒഴുക്കിൽ ഉണ്ടാകും. ഒരൊറ്റ പ്രതീക്ഷ ഒരൊറ്റ ഘട്ടത്തിൽ ഒരൊറ്റ ഫലം ആകും. ഒരൊറ്റ ഒഴിഞ്ഞ ഭ്രമം ഒഴിവാക്കും.